ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലെ മൂത്ര സ്മെല്ലൊക്കെ പോകാനും അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്ക് നല്ല കറയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാനും പറ്റും. കൂടാതെ തന്നെ നല്ല ബാത്റൂം നല്ല മണത്തിനും വേണ്ടിയിട്ടുള്ള ടിപ്പും അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാത്റൂമിലുള്ള ഫ്ലഷ് ടാങ്ക് ഒക്കെ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴൊന്നും അത് ക്ലീൻ ചെയ്യാറില്ല, എപ്പോഴെങ്കിലും ആണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിയുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പൊടിയുപ്പ് എടുക്കാം. അതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലഷ് ടാങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലഷ് ടാങ്കിൽ വെള്ളമൊന്നുമില്ല, ഞാനതൊക്കെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നിറയുമ്പോഴേക്കും നമുക്ക് ഇത് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ച് സൈഡൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കറ ഇളകി വരാനും നമുക്ക് ഒരുപാട് നേരം ഇട്ട് വരച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയും വേദനയ്ക്കില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുള്ളായിട്ടൊന്ന് ഉരച്ചെടുക്കുള്ളൂ. അപ്പോൾ അതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ഇതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഉരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നിറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാനിത് അതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇടയിൽ നമുക്ക് കയ്യെത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞത് കൊണ്ട് ഇതിലുള്ള അഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ അഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാനിത് അതുപോലെ ഫ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലഷ് ടാങ്ക് നല്ല വൃത്തിയായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാത്റൂമിലുള്ള ആ ഒരു മൂത്ര സ്മെല്ല് പോകാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങാ നീര് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു നാരങ്ങയുടെ ആ കുരു ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് കളയാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ, ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ബാത്റൂമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് പൈപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ സൈഡും ആ അരികിലും അതുപോലെ ആ അടപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ യൂറിൻ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബോട്ടിൽ, നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ഭാഗത്തും അടിയിലും എല്ലാവിടെയും നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂറിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതേപോലെ യൂറിൻ്റെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്ലഷ് ടാങ്കിൽ നമ്മുടെ ക്ലോസറ്റ് നല്ല ഫ്രഷാകും. അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒഡോണിലൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ. ഈ ഒഡോണിൽ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ഫ്ലഷ് ടാങ്കിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ്നെസ്സും കൂടെ ഒന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ദിവസം അത് നിൽക്കുകയും ചെയ്യും കേട്ടോ. പെട്ടെന്നൊന്നും അത് അലിഞ്ഞു പോവില്ല. ഒരാഴ്ചയൊക്കെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.